അപ്പോൾ നമ്മൾ ഗീതയുടെ 1-ാം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. അർജുന വിഷാദ യോഗം, ഇതാണ് 1-ാം അധ്യായം. എന്താണ് അവിടെ അർജുന വിഷാദ യോഗം പറയുന്നത്? അർജുനൻ വിഷാദയോഗത്തിന് അടിമയായി പോവുകയാണ്. എന്താണ് കാരണം? കാരണം മറ്റൊന്നുമല്ല, തന്റെ തന്നെ ഭാഗവും തനിക്ക് പ്രിയപ്പെട്ടതുമായ പലതിനെയും ഒടുക്കി വേണം തന്റെ മുന്നോട്ടുള്ള പ്രയാണം എന്നൊരവസ്ഥയിലേക്ക് വന്നു ചേർന്നപ്പോൾ ഏത് ധീരനായിട്ടുള്ള വ്യക്തിയും ഒരു നിമിഷം ഒന്ന് തളർന്നു പോകും. ഇവിടെ അർജുനനും സംഭവിച്ചത് അതാണ്. തന്റെ മുന്നിൽ നിൽക്കുന്ന തന്റെ എതിരാളികൾ എല്ലാവരും തന്റെ രക്തങ്ങളാണ്, തനിക്ക് വേണ്ടപ്പെട്ടവരാണ്, തന്റെ തന്നെ ഭാഗമാണ് അവരെ കൊന്നൊടുക്കി ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും? ഈ ചിന്തയാണ് അർജുനനെ കംപ്ലീറ്റ്ലി തളർത്തി കളഞ്ഞത്. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു സിസ്റ്റം മൊത്തം ശിഥിലമാവുകയാണ് അവിടെ. വേണ്ടപ്പെട്ടവരെ കൊന്നൊടുക്കുക, തന്റെ പിതാമഹന്മാർ വരെയുള്ളവരെ കൊന്നൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു സിസ്റ്റം മൊത്തം താറുമാറാവുകയാണ്. അവിടെയാണ് അർജുനൻ തളർന്നു പോകുന്നത്. ഇങ്ങനെ ഒരു തളർച്ച വരുമ്പോൾ ആശ്രയിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്താ? നമ്മുടെ ബുദ്ധിക്കും ചിന്തകൾക്കും അപ്പുറം അതീതമായിട്ടുള്ള നമ്മുടെ ആത്മാവിനെ, അതായത് ഈശ്വരനെ തന്നെ ആശ്രയിക്കുക. വേറൊരു ഓപ്ഷനും ഇല്ല അവിടെ. ആ ഈശ്വരൻ എന്ന് പറയുന്നതാണ് നമ്മൾ പറയുന്ന സച്ചിദാനന്ദം. വിഷാദരോഗം നമ്മളെ സ്വാഭാവികമായിട്ടും സച്ചിദാനന്ദത്തിലേക്ക് എത്തിക്കും, അതായത് ഈശ്വരനിലേക്ക് എത്തിക്കും. കുറച്ചൊന്ന് ആലോചിച്ചാൽ അറിയാം അല്ലെ? മാക്സിമം ലെവലുകളും വിട്ടു കഴിയുമ്പോൾ നമ്മൾ ഈശ്വര ചിന്തയിലേക്ക് വരും. ഇവിടെ ഒരു ഓപ്ഷൻ ഇല്ലാതെ വന്നപ്പോൾ അർജുനൻ ഭഗവാനെ ആശ്രയിക്കുകയാണ്. ഇനി എന്താണ് അപ്പൊ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നടക്കുന്നത് എന്ന് നോക്കാം. ഇവിടെ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമക പാണ്ഡവാശ്ചൈവ ഹിമ കുർവത സഞ്ജയ. ധൃതരാഷ്ട്രര് സഞ്ജയനോടാണ് ചോദിക്കുന്നത്, എന്താണ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ എന്താണ് നടക്കുന്നതെന്ന് വിവരിച്ചാലും സഞ്ജയ എന്ന് ധൃതരാഷ്ട്ര പറയണം. അപ്പൊ എന്താന്ന് നോക്കാം. ധൃതരാഷ്ട്രരുടെ മക്കളാണ് കൗരവര്, നമുക്ക് എല്ലാവർക്കും അറിയാം. ധൃതരാഷ്ട്രർ കണ്ണ് കാണാത്ത പ്രായമേറിയ പിതാമഹനാണ്. അദ്ദേഹത്തിന്റെ സഹായിയും സന്തത സഹചാരിയുമാണ് സഞ്ജയൻ. എന്താണ് ഈ സഞ്ജയന്റെ പ്രത്യേകത? വേറൊന്നുമല്ല, സകല കാഴ്ചകളെയും സമ്യക്കായിട്ട് ജയിച്ചിട്ടുള്ളവൻ, അതാണ് സഞ്ജയൻ. അതായത് സയൻസിന്റെ ഒരു ഫിക്ഷൻ ശൈലിയിൽ പറയാം, സ്ഥലകാലങ്ങൾക്കപ്പുറമുള്ള എല്ലാ കാഴ്ചകളും കാണാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരാളാണ് സഞ്ജയൻ. അത് അദ്ദേഹം കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഒരിക്കൽ പോലും പോകാതെ അവിടെ നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങളും ഒരു സ്ക്രീനിൽ എന്ന പോലെ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ തന്നെ അത് നമ്മൾക്കും മനസ്സിലാക്കാം. അപ്പൊ സഞ്ജയനോട് ധൃതരാഷ്ട്രർ ചോദിച്ചാണ്, എന്താണ് അവിടെ നടക്കുന്നത്, നീ വിവരിച്ചു തുടങ്ങാൻ പറയാണ്. അപ്പോ ഇവിടെ എന്താണ്? ഇവിടെ ക്ഷേത്രം, കുരുക്ഷേത്രം എന്ന് പറയുമ്പോൾ ക്ഷേത്രം ഇതില് 13-ാം അധ്യായത്തില് 2-ാമത്തെ ശ്ലോകത്തില് ക്ഷേത്രത്തെ നമ്മുടെ ശരീരവുമായിട്ട് ഉപമിക്കുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. അത് നമുക്കപ്പോ വിവരിക്കാം. ഇവിടെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വേറൊരു സംഭവം കൂടിയുണ്ട്. ഇവിടെ നന്മയുടെ പിതൃ സഹോദരന്റെ സന്തതിയാണ് തിന്മ, അതായത് കർണൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, കർണൻ ഒട്ടേറെ ആരാധിക്കപ്പെടുന്ന ഒരു കഥാപാത്രമാണ്. എങ്കിൽ കൂടി പാണ്ഡവപക്ഷത്തല്ല, അദ്ദേഹം കൗരവപക്ഷത്ത് നിൽക്കുകയാണ്. എന്താ കാരണം? നേരത്തെ നമ്മൾ പറഞ്ഞത് അതാണ്, നന്മയുടെ പിതൃ സഹോദര സന്തതി. അതായത് സ്വത്വബോധം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുക, എന്താ പ്രവർത്തിക്കുക എന്നൊരു ഐഡിയ ഉണ്ടാവില്ല. ചുരുക്കി പറഞ്ഞാൽ കോമൺ സെൻസ് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ നേരെ തിന്മയുടെ ഭാഗത്തേക്ക് പോകും. ഇവിടെ കർണന് സംഭവിച്ചതും അതാണ്. അപ്പോൾ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. എന്തായാലും 1-ാം അധ്യായത്തിൽ 1-ാമത്തെ ശ്ലോകത്തിൽ സഞ്ജയൻ കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെ വർണ്ണന തുടങ്ങാൻ പോവുകയാണ്. നന്ദി, നമസ്തേ.